വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇന്ത്യ അമേരിക്ക രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒപ്പുവെച്ച ഇൻ്ററീം ട്രേഡ് എഗ്രിമെൻറ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇന്ത്യയും അമേരിക്കയും ഒരുമിച്ച് ചർച്ചകൾ നടത്തി പുറത്തിറക്കിയ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് പൊതുവേ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതാത് രാജ്യങ്ങൾ തന്നെയാണ് എഴുതി പിടിപ്പിക്കുന്നത്. അതിനൊരു നോ ഒബ്ജക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറക്കിയ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഈ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും തിരുത്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് തരത്തിലുള്ള വാക്യങ്ങൾ വേണമെങ്കിലും അതിനുള്ളിൽ എഴുതി ചേർക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുമായിട്ട് നടത്തിയ ചർച്ചയിൽ അവർ എഴുതിയെടുത്ത മിനിറ്റ്സ്, ആ മിനിറ്റ്സിൻ്റെ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ അവർ നടത്തിയിരിക്കുന്ന തിരുത്തൽ. അപ്പം ഈ തിരുത്തലിനെ കുറിച്ച് ഇപ്പം മിക്കവാറും മാധ്യമങ്ങളൊക്കെ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 500 ബില്യൻ്റെ പർച്ചേസ് ഇന്ത്യ കമ്മിറ്റ് ചെയ്തു എന്നാണ് ഇതിനു മുമ്പ് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ 500 ബില്യൻ്റെ പർച്ചേസ് ഇന്ത്യ നടത്തും എന്നുള്ളത് ജസ്റ്റ് ഇൻറ്റൻ്റ് ആണ്, അത് ഇന്ത്യയുടെ താല്പര്യം എന്നുള്ള രീതിയിൽ ആക്കി തീർത്തിരിക്കുക. $500 ബില്യൺ വർത്ത് വരുന്ന പർച്ചേസ് ഇന്ത്യ നടത്തണം എന്നുള്ളത് ഒരു സ്റ്റാമ്പ്ഡ് എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു ബൈൻഡഡ് ഡോക്യുമെൻറ്റോ അല്ല. അത് ശരിക്കും അമേരിക്ക ബൈ അമേരിക്കൻ പ്രോഡക്ട്സ് എന്നുള്ള നിലയിൽ ആ ഒരു പോളിസിയുടെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു അജണ്ട മാത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപിന് അവിടെ അവരുടെ ജനങ്ങളുടെ ഇടയിൽ, അവരുടെ കർഷകരുടെ ഇടയിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോയിന്റ് വേണം. ആ പോയിന്റാണ് അയാളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുന്ന പോയിന്റ്. ആ 2 പോയിന്റുകളിൽ ഒന്നാണ് 500 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റ് ഇന്ത്യ വാങ്ങിക്കും. ബൈ അമേരിക്കൻസ് എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മാർക്കറ്റ് ചെയ്യുകയായിരുന്നു ട്രംപ് ചെയ്തിരുന്നത്. ഇനി അടുത്തൊരു പോയിന്റാണ് ട്രംപ് ഉപയോഗിച്ചത് റഷ്യൻ ഓയിൽ. പെട്ട വിഷയം. ഈ റഷ്യൻ ഓയിൽ എന്ന് പറയുന്നതും ഇതേപോലെ പുള്ളി ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ്. ഈ വൈറ്റ് ഹൗസിൽ നിന്നും ഇറക്കുന്ന പ്രസ്താവനയിൽ ഇന്ത്യക്ക് അതിനകത്ത് ഒരു റോളും തന്നെ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് വൈറ്റ് ഹൗസ് തീരുമാനിക്കും എന്ത് പബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. പിന്നെ അവരാണ് ലോക പോലീസ്, അവരാണ് ലോകത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ രാജാക്കന്മാർ എന്നുള്ളൊരു ധാരണയുള്ളതുകൊണ്ട് അവർക്ക് തോന്നിയ വാസമല്ല എഴുതി വെക്കും. അപ്പോൾ അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ പറഞ്ഞിട്ട് തന്നെയാണ് തിരുത്തിയിരിക്കുന്നത്. അതായത് $500 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്ട്സ് നമ്മൾ വാങ്ങിക്കും എന്നുള്ളത് എവിടെയും എഗ്രീഡ് അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കമ്മിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത്? അവരെ തിരുത്തിയിരിക്കുന്നത്. അത് കമ്മിറ്റഡ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് ഇൻറ്റൻറ്റ് എന്നുള്ള രീതിയിൽ മാറ്റിയിരിക്കുന്നത്. ഇനി അടുത്ത് ഒരു കറക്ഷൻ കൂടി അവർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ നട്ട്സ്, ട്രീ നട്ട്സ് ഐറ്റംസ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം എന്നുള്ള നിലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം അവർ അതർ പൾസസ് എന്നുള്ളൊരു വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. അതർ പൾസസ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്യാതെ പൾസസ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്കയിൽ ഉണ്ടാകുന്ന ഏത് തരം പൾസസും അവർക്ക് ഇങ്ങോട്ട് കയറ്റി അയക്കാം. കാരണം അവിടെ ഇന്ന പൾസസ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ധാന്യങ്ങളും ഇൻക്ലൂഡിങ് സോയാബീൻ ഉൾപ്പെടെ അവർക്ക് കയറ്റി അയക്കാനുള്ള ആ ഒരു ലൂപ്പ് ഹോളാണ് അവിടെ അമേരിക്ക കൃത്യമായിട്ട് എഴുതി ചേർത്തത്. ആ അതർ പൾസസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിങ് എടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ വേർഡിങ്ങും അവരെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ 2 കറക്ഷൻസ് നടന്നിട്ടുണ്ട് ഈ വൈറ്റ് ഹൗസിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ഈ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ. ഇന്ത്യ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇത് നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞതല്ല. ഇത് ഫോറിൻ മിനിസ്ട്രി ത്രൂ കൃത്യമായിട്ട് വിക്രം മിസ്രി പത്രസമ്മേളനത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ $500 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്ട്സ് ഇന്ത്യ വാങ്ങിക്കുമെന്ന് എവിടെയും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് ഒരു ഫിഗർ മാത്രമാണ്, അത്രയേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മളുടെ പർച്ചേസ് 500 ബില്യൺ എബോവ് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ 500 ബില്യൺ വരെ എത്താതിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ പർച്ചേസ് അതിനും എത്രയോ താഴെയായിരിക്കാം. അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഈ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. ഇത് നമ്മൾ അമേരിക്കയുമായിട്ട് കൺവേ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ അതാണ് ആ പോയിന്റ് അവർ കൃത്യമായിട്ട് കമ്മിറ്റഡിൽ നിന്നും ഇൻറ്റൻറ്റ് എന്ന് മാറ്റാൻ അവരെ പ്രേരിപ്പിച്ചത്. ഇനി അടുത്തതാണ് മാപ്പ് ടാക്ടിക്സ്. ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ കളറിൽ യെല്ലോ ലൈൻ ഇട്ട് ഇന്ത്യയുടെ ഫുൾ മാപ്പ്, അതായത് യൂണിഫൈഡ് ഇന്ത്യ എന്നുള്ള നിലയിൽ എൻറ്റയർ കശ്മീർ, അതേപോലെ എൻറ്റയർ JNKയുടെ പോർഷൻസ്, അതേപോലെ തന്നെ ഇപ്പുറത്ത് അരുണാചൽ പ്രദേശിൻ്റെ നിലവിലെ ചൈനയുടെ പക്കലുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി കയറ്റി വരച്ചുകൊണ്ട് ഒരു യൂണിഫൈഡ് മാപ്പ്. അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി ഇന്ത്യയുടെ അടുത്ത് അവർ സെല്ല് ചെയ്തതാണ്. പലപ്പോഴായിട്ട് നെഗോസിയേഷൻ എന്ന് പറയുന്നത് അവർ വെക്കുന്ന കണ്ടീഷൻസിൽ നിന്നും അവരാണ് ട്രേഡ് എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അവരുടെ രാജ്യത്തിൽ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നമ്മുടെ സജഷൻസ് പറയാം. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്ക ബൾക്ക് ഓഫ് ജങ്ക് എടുത്ത് ഇന്ത്യയുടെ മുന്നിൽ അങ്ങ് വെക്കുകയാണ്. അപ്പോൾ ഈ ജങ്കിൽ നിന്ന് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കളയണമല്ല. അപ്പോൾ അങ്ങനെ കളഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിലാണ് പലതും അങ്ങനെയാണ് നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കളയുന്നത്. ഈ നെഗോസിയേഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ട്രംപ് ഈ ഓപ്ഷൻ വെക്കുന്നത്. അതായത് ഇന്ത്യക്ക് മേലിൽ ചുമത്തിയിരിക്കുന്ന പ്യുനിറ്റീവ് താരിഫ് എടുത്ത് മാറ്റാൻ, അതേപോലെ താരിഫ് വിഷയത്തിൽ ഒരു നിർണായക തീരുമാനം കൊണ്ടുവരാൻ 2 കണ്ടീഷൻ. ട്രംപിന് നന്നായിട്ട് അറിയാം ഇതൊരു താൽക്കാലിക കരാറാണ്. അപ്പോൾ ഈ കരാറിൽ വളരെ ഡീപ്പ് ലെവലിൽ കുറഞ്ഞൊരു താരിഫ് ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ആക്ച്വൽ ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പിടേണ്ടതുണ്ട്.
അപ്പോൾ ആ ബൈലേറ്ററൽ എഗ്രിമെന്റിൽ കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ടാണ് ഈ ടെമ്പററി ട്രേഡ് പാക്റ്റിൽ 18% നിർത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ 18% വീണ്ടും താഴോട്ട് പോകും ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് പുറത്തു വരുമ്പോഴത്തേക്കും. അപ്പം അതുവരെയാണ് ഈ താൽക്കാലിക ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുന്ന ഒരു ട്രേഡ് പാക്റ്റ് ആണ്. പക്ഷേ നമ്മൾ എന്തായാലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ബൈലേറ്ററൽ ട്രേഡ് എഗ്രിമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അതുമായിട്ടുള്ള നെഗോസിയേഷൻസ് തുടർച്ചയായിട്ട് നടക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ താൽക്കാലികമായിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു എഗ്രിമെന്റും പൊക്കി പിടിച്ചുകൊണ്ട് നമ്മൾ 500 ബില്യൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാനും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റഷ്യൻ ഓയിൽ നിർത്താനും ആ രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇന്ത്യക്കുള്ളിൽ പലതരത്തിലുള്ള ചർച്ചകൾ വിമർശനങ്ങളെല്ലാം വരുന്നുണ്ട്. നാളെ സമരം എല്ലാം കടയടപ്പ് സമരം സ്ട്രൈക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യാപാര സംഘടനകൾ. അതെല്ലാം നല്ലത് തന്നെയാണ്, നടത്തട്ടെ. കാരണം ഒരു ദിവസം പണിമുടക്കി കഴിഞ്ഞാൽ അത്രത്തോളം നഷ്ടം ഇന്ത്യക്ക് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ട്രേഡ് പാക്റ്റ് ഇറങ്ങിയതിനെ ചൊല്ലി അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാർലമെന്റിനുള്ളിൽ തന്നെ ഇപ്പോഴും എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. ശരിക്കും ഇന്ത്യയിൽ നിലവിൽ പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കാർക്കും ഈ എപ്സ്റ്റീൻ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് പീഡോഫിലിക് കേസുകളിലൊന്നും അവർ പ്രതിയല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അറിവ്. അപ്പോൾ ഇനി എന്തെങ്കിലും രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യാം. ഇപ്പോഴാണ് നമ്മുടെ പാർലമെന്റിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത്. ഇനി അത് നടക്കട്ടെ. അത് സൊസൈറ്റിക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പാർലമെന്റ് ഘോര ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു. വേണ്ടി വന്നാൽ എപ്സ്റ്റീൻ ഫയലിന്റെ പേരിലും ഒരു ബന്ധമോ ഹർത്താലോ എന്തെങ്കിലുമൊക്കെ ആവാം. പക്ഷേ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ഒരു ടെമ്പററി ട്രേഡ് പാക്റ്റ് അവിടെ നിന്നും മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻസിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫർദർ നീക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ ഒരിക്കലും അമേരിക്ക ഇങ്ങനെ ഒരു ടെമ്പററി ട്രേഡ് ഡീലിൽ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും അമേരിക്കയുമായിട്ടുള്ള നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ പോകുന്നില്ല. കഴിഞ്ഞ ഒരു 6-7 മാസം കൊണ്ട് ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ടായ ഒരു വിള്ളലുണ്ട്. ആ ഒരു പ്രയാസം അത്ര എളുപ്പത്തിൽ അങ്ങനെ മാറ്റാൻ കഴിയുന്ന ഒന്നല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ട്രംപ് വെച്ച ഓഫർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ റഷ്യൻ ഓയിൽ പൂർണ്ണമായിട്ടും നിർത്താനും അതേപോലെ അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഏറ്റവും കൂടുതൽ വാങ്ങാനും താരിഫ് 18% കുറയ്ക്കാം. അതിലുപരിയായിട്ട് ഇന്ത്യയുടെ ഒരു ഫുൾ മാപ്പ് പബ്ലിഷ് ചെയ്യാം. അതായത് ഇന്ത്യയുടെ ഇമോഷണൽ പാർട്ട് എവിടെയാണോ അതായത് ട്രംപിന് അറിയാം, ട്രംപ് ഒരു ബിസിനസ്മാൻ ആണല്ലോ. അപ്പം ട്രംപിന് അറിയാം ഇന്ത്യയുടെ ഇമോഷണൽ വീക്ക്നെസ് എവിടെയാണ്, ഇന്ത്യക്കാർ ഇമോഷണലി നോക്കിക്കാണുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ട്രംപ് ഈ മാപ്പ് ഇന്ത്യക്ക് ഓഫർ ചെയ്യായിരുന്നു. 70 വർഷങ്ങളായിട്ട് അമേരിക്ക കാത്തു സൂക്ഷിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് ന്യൂട്രാലിറ്റി ഉണ്ട്. അതാണ് ട്രംപ് തകർത്തത് ഈ മാപ്പിലൂടെ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മാപ്പ് പബ്ലിഷ് ആയ ഉടനെ, അതായത് യൂണിഫൈഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് കശ്മീറും ചൈന ആഗ്രഹിക്കുന്ന അരുണാചൽ പ്രദേശും കൂടെ ചേർത്ത് അമേരിക്ക ഒഫീഷ്യലി ഈ മാപ്പ് പബ്ലിഷ് ചെയ്തു. ഈ മാപ്പ് പബ്ലിഷ് ചെയ്തതിൽ ഇന്ത്യ ഒഫീഷ്യലി ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. ഇന്ത്യക്കുള്ളിൽ പലരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു, അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരങ്ങൾ വന്നു. ഇന്ത്യൻസ് പൊതുവിൽ വികാരപരിതരായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല വീഡിയോസും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഇന്ത്യക്കുള്ളിൽ ഗവൺമെന്റ് തലങ്ങളിൽ ഒഫീഷ്യലി ഒരു ചലനം ഈ മാപ്പ് ഉണ്ടാക്കിയിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നോ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഹോം മിനിസ്ട്രിയുടെ സൈഡിൽ നിന്നോ ഒരു സൈഡിൽ നിന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണങ്ങളും ഒരു അപ്രിസിയേഷൻ പോലും അമേരിക്കയ്ക്ക് ഇന്ത്യ കൊടുത്തില്ല. അമേരിക്ക തന്നെ കൺഫ്യൂസ് ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ യുവമാർക്ക് കശ്മീർ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു മാപ്പ് പബ്ലിഷ് ചെയ്തിട്ട് നമുക്ക് ഒരു അപ്രിസിയേഷനും ഇല്ല, ഒന്നും മിണ്ടുന്നില്ല, എന്താണ് ഇവരുടെ ഉദ്ദേശം, കൺഫ്യൂസ് ആയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം അങ്ങനെ 2 ദിവസത്തിന് മുമ്പ് മാപ്പ് നീക്കം ചെയ്തു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാപ്പ് നീക്കം ചെയ്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഇന്ത്യ അതിനെക്കുറിച്ച് മിണ്ടാൻ തയ്യാറായില്ല. കാരണം അവരുടെ നാഷണൽ സെക്യൂരിറ്റി ടീംസിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ ഇന്ത്യ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ശരിക്കും ഈ മാപ്പുമായിട്ട് പ്രതികരിക്കേണ്ടതില്ല. കാരണം ഇന്ത്യയുടെ ബോർഡർ ആരാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളത് ഇന്ത്യയുടെ മാത്രം അവകാശമാണ്. അല്ലാതെ ഇന്ത്യയുടെ മാപ്പ് അമേരിക്കയല്ല പബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശത്തിന്റെ പുറത്ത് ഇന്ത്യ ഇതിന് മേലിൽ കയറിപ്പിടിച്ചില്ല. ഇത് അമേരിക്കയ്ക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. കാരണം നമ്മൾ അവർക്ക് വേണ്ടി ഒരു മാപ്പ് പബ്ലിഷ് ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷൻ ഇന്ത്യയിൽ നിന്നും കിട്ടിയില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറകിൽ വലിയ രീതിയിലുള്ള ഒരു ഗെയിമുണ്ട്. ആ ഗെയിമാണ് ശരിക്കും ഇന്ത്യ പൊളിച്ചടുക്കി കൈ കൊടുത്തത്. കാരണം ട്രംപ് വാക്കിന് വിലയില്ലാത്ത ആളാണ്. ഒന്നാമത്തെ കാര്യം, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ മാപ്പ് പബ്ലിഷ് ചെയ്യേണ്ടത് ഇന്ത്യയാണ്, അല്ലാതെ നാട്ടുകാരല്ല. പിന്നെ അവർക്ക് അവരുടെ ഒഫീഷ്യലായിട്ട് എന്തെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ് ചെയ്യാം. ഇപ്പോൾ ട്രംപ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അവരുടെ രാജ്യത്തിൻ്റെ ഡിപ്ലോമാറ്റിക് ന്യൂട്രാലിറ്റി, ജിയോ പൊളിറ്റിക്സിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഈ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഈ കശ്മീരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക ഇതുവരെ നിലനിന്നിരുന്നത്. ആ ന്യൂട്രാലിറ്റിയെ ഒരു ട്രേഡ് ഡീലിന് വേണ്ടിയിട്ട് ട്രംപ് തകർക്കുകയാണ്. ഇയാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് നല്ലതോ ഇന്ത്യക്ക് ദോഷമോ അത് വേറെ കാര്യം. അയാൾ നിരന്തരം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന ആൾ ഒരു $500 ബില്യൺ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് ന്യൂട്രാലിറ്റിയെ തകർക്കുന്ന രീതിയിൽ മാപ്പ് പ്രസിദ്ധീകരിക്കുകയാണ്.
ഇന്ത്യ എന്ന് പറയുമ്പോൾ അമേരിക്ക അല്ലല്ലോ. ഇന്ത്യ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വേറൊരു രാജ്യം തന്നെയല്ലേ. ഇതിന്റെ തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ അതിൽ പ്രതികരിക്കാത്തത്. ഈ തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഓൾറെഡി ഉണ്ടായി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പബ്ലിഷ് ചെയ്തും പോയി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ നിൽക്കുകയാണ് ഇപ്പൊ അമേരിക്ക ഈ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ $500 ബില്യൺ ഇന്ത്യ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയത്. നമ്മൾ $500 ബില്യൺ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്നില്ല, അത് ജസ്റ്റ് ഇന്റന്റ് മാത്രമാണ്, അല്ലാതെ നമ്മൾ കമ്മിറ്റഡ് അല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നത്. പൾസസ് നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ $500 ബില്യൺ വർത്ത് വരുന്ന പ്രോഡക്റ്റിൽ ഇവർ എന്തെല്ലാം കൊള്ളിച്ചിട്ടുണ്ട്? എനർജി, അതായത് ഗ്യാസ്, ഓയിൽ, ഇത് നമ്മൾ അമേരിക്കയുടെ പക്കൽ നിന്ന് വാങ്ങിക്കണം. നമ്മൾ ഇതിനു മുമ്പും നമുക്ക് താല്പര്യം വെനിസുല എണ്ണ കൊണ്ടുവരാനാണ് നമ്മളുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പലതവണ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വെനിസുല എണ്ണയെ നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിലേക്ക് വിടൂ, അല്ലെങ്കിൽ ഇറാൻ എണ്ണ വാങ്ങിക്കാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങിക്കാൻ അനുവദിക്കൂ എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് യൂറോപ്യൻ ഫോറംസിലൊക്കെ പലതവണ ഇന്ത്യ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം. ഈ വെനിസ്വല എണ്ണ ഇന്ത്യ ഓൾറെഡി തന്നെ ഇറാൻ ത്രൂ പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മളിപ്പം ഡിപ്ലോമാറ്റിക്കലി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ തീരുമാനം വേറെ ഒന്നുമില്ല, UAE-യിൽ നിന്നും എണ്ണ പർച്ചേസ് ഇന്ത്യ കുത്തനെ കൂട്ടിയിട്ടുണ്ട്, അതായത് മിഡിൽ ഈസ്റ്റ്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള എണ്ണയും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ കാര്യം മനസ്സിലാക്കണം, ഇതേ റഷ്യൻ എണ്ണ നമ്മൾ കൃത്യമായിട്ട് വാങ്ങിച്ചിട്ട് നമുക്ക് വലിയ രീതിയിൽ ഒരു റിഫൈനറി ഉണ്ടല്ലോ, ജാംനഗർ. ഈ ജാംനഗറിൽ റിലയൻസിന്റെ റിഫൈനറിയിൽ എവിടെ നിന്നൊക്കെ എണ്ണ വരുന്നെന്നുള്ളത് ആർക്കും തന്നെ അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ റഷ്യൻ എണ്ണയാണെങ്കിൽ നമുക്ക് സീക്രട്ടായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പം ഇതുവരെ നമ്മൾ റഷ്യൻ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ ഇന്ത്യൻ ഗവൺമെന്റ് റഷ്യൻ എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഫാർ ബിയോണ്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആ മാസങ്ങളിലൊക്കെ ഇതുവരെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടില്ല എന്നല്ല, ഓർഡർ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആ ഡീലിങ്സ് രഹസ്യമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. അമേരിക്ക എങ്ങനെയാണ് മെരുങ്ങുന്നത് ഇനി ഒരു 1.5 മാസം കൊണ്ട് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അങ്ങനെ അറിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നടത്താം. പക്ഷേ ഈ ഓയിൽ റിഫൈനറിയിലേക്ക്, ഈ ജാംനഗർ ഓയിൽ റിഫൈനറിയിലേക്ക് വരുന്ന ഓയിലുകൾ, അത് വെനിസുലയിൽ നിന്ന് വരുന്ന ഓയിൽ ആയിക്കോട്ടെ, നൈജീരിയ ഓയിൽ ആയിക്കോട്ടെ, റഷ്യൻ ഓയിൽ ആയിക്കോട്ടെ, എവിടെ നിന്ന് വരുന്ന ഓയിൽ ആയിക്കോട്ടെ, അത് റിഫൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേര് റഷ്യൻ ഓയിൽ അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഇന്ത്യയുടെ റിഫൈൻഡ് ഓയിലാണ്. ഈ ഇന്ത്യയുടെ റിഫൈൻഡ് ഓയിൽ അമേരിക്ക ധാരാളം വാങ്ങിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം. നമ്മളൊരു സുപ്രഭാതത്തിൽ ഏതാണ്ട് സൗദി അറേബ്യക്ക് ഈക്വൽ ആയിട്ട് റിഫൈൻഡ് ഓയിൽ സെല് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പുറകിൽ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയൊക്കെ താല്പര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഇന്ത്യയുടെ ഈ ഒരു വളർച്ച, അതും പ്രത്യേകിച്ച് റിഫൈൻഡ് ഓയിൽ മേഖലയിൽ ഇന്ത്യ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും താല്പര്യപ്പെടാത്ത രാജ്യങ്ങളാണ് ഇവരെല്ലാം തന്നെ. അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഒക്കെ ഈ എണ്ണ മേഖലയിൽ വലിയ താല്പര്യങ്ങളാണുള്ളത്. അവരാണ് ഇതിനകത്ത് സമ്പന്നരായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്ക് ഇതൊക്കെ കണ്ണുകടിയാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെയൊക്കെ പ്രതിഫലനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിത്തിരിഞ്ഞ് വീണ്ടും ഇന്ത്യക്കെതിരെ തന്നെ വരുന്നത്. അപ്പൊ നിലവിൽ ഇപ്പം ബംഗ്ലാദേശിനെ വെച്ചിട്ട് ടെക്സ്റ്റൈൽ മേഖലയിൽ ഒരു ചെറിയ ഇടിവ് നമുക്ക് നേരിട്ടിട്ടുണ്ട്. കാരണം ട്രംപ് 0% താരിഫിന് ബംഗ്ലാദേശിന്റെ ടെക്സ്റ്റൈൽ മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ഇളവ് കൊടുത്തിട്ടുണ്ട്. ആ ഇളവ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എത്ര മാസ് ക്വാണ്ടിറ്റിയിൽ ബംഗ്ലാദേശിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അതാണ് ഇവിടെ ചോദ്യം. ശരിക്കും അമേരിക്കയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത് മാനുഫാക്ചറേഴ്സിന് അത് കുറച്ച് ഉപകാരപ്പെടും. കാരണം അവർക്ക് അവരുടെ മെറ്റീരിയൽ എന്ന് വിളിക്കുന്ന അവരുടെ കോട്ടൺ, അവരുടെ സ്പൺ, അവരുടെ മെറ്റീരിയൽ അവർക്ക് നേരിട്ട് 0% ബംഗ്ലാദേശിലേക്ക് അയച്ചു കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് അവരുടെ ഡിസൈനേഴ്സിനെ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്ത് ക്ലോത്ത് തയ്ച്ചെടുപ്പിക്കാം. തുച്ഛമായ ശമ്പളം കൊടുത്തിട്ട് ടൈലേഴ്സിനെ, ബംഗ്ലാദേശ് വർക്കേഴ്സിനെ വെച്ച് അവർക്ക് പണിയെടുപ്പിച്ച് ആ പ്രോഡക്റ്റ് അമേരിക്കയുടെ ഉള്ളിലേക്ക് തിരിച്ച് 0% ഡ്യൂട്ടിയിൽ തന്നെ അവർക്ക് കയറ്റി അയക്കാം. ഇറ്റ് മീൻസ് അമേരിക്കയുടെ ഉള്ളിൽ അവർക്ക് സെയിൽ ചെയ്യാം. ഇതാണ് അതിന്റെ ഒരു ഫോർമുല. ഇതിൽ കവിഞ്ഞുള്ള ഒരു ബിസിനസ് മേഖല എന്ന് പറയുന്നത്, ഷേഖ് ഹസീന ഭരിച്ചിരുന്ന സമയത്ത് ബംഗ്ലാദേശിന് ഒരു പീക്ക് ലെവൽ ഉണ്ടായിരുന്നു ഈ ഗാർമെന്റ് മേഖലയിൽ. അതാണ് ബംഗ്ലാദേശിന്റെ പീക്ക്. ഇനി അതുപോലെ ഒരു പീക്ക് വരില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് റീസൺ ഉണ്ട്. ബംഗ്ലാദേശിന്റെ നിലവിലത്തെ അറ്റ്മോസ്ഫിയർ അത് വളരെ വളരെ മോശമാണ്. അപ്പോൾ ട്രംപ് എത്ര തന്നെ ശ്രമിച്ചാലും ആ മേഖല അത്ര എളുപ്പത്തിൽ അവിടെ പുഷ്ടിപ്പെടില്ല. ആ വിഷയത്തിൽ ഒരു സോഷ്യോ എക്കണോമിക് എൻവയറമെന്റൽ റീസൺ ഉണ്ട്. ബംഗ്ലാദേശ് ആണെങ്കിൽ ഇലക്ഷനെ ഫേസ് ചെയ്യാനുള്ള തത്രപ്പാടിൽ മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് റഷ്യൻ ഓയിൽ ഇന്ത്യ നിർത്തുമോ എന്ന് ചോദിച്ചാൽ റഷ്യൻ ഓയിൽ ഇന്ത്യ നിർത്തില്ല, ഒരിക്കലും നിർത്തില്ല. അത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയാണ്. അതിൻ്റെതായിട്ടുള്ള റീസൺ ഉണ്ട്. ഇനി ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല. റഷ്യൻ ഓയിൽ നമ്മൾ നിർത്തില്ല, ഒരിക്കലും നിർത്തില്ല. അടുത്ത് നമ്മൾക്ക് S-400 ഇനി നമുക്ക് 2 സ്ക്വാഡ്രൺ S-400 കിട്ടാനുണ്ട്. മെയ് മാസം S-400 4ാമത്തെ സ്ക്വാഡ്രൺ ഇന്ത്യയിലേക്ക് എത്തും. റഷ്യയിൽ നിന്നാണ് എത്തുന്നത്. S-400 എന്ന് പറയുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇന്ത്യക്ക് വേണ്ടി പല സ്പെസിഫിക്കേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള S-400 വരുന്നത്. അതുപോലെ വരുന്ന നവംബർ മാസം, ഈ 2026 തന്നെ നവംബർ മാസം നമുക്ക് 5ാമത്തെ സ്ക്വാഡ്രൺ S-400 ഇന്ത്യയിലെത്തും. ഇതാണ് റഷ്യ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എയിമിലോട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. S-400 തണ്ടർ നമ്മൾ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ, എങ്ങനെയാണോ ഇന്ത്യയുടെ മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോഴത്തേക്കും പാകിസ്ഥാനും ചൈനയ്ക്കും ഒരു പുകച്ചലുണ്ടായത്, ആ പുകച്ചൽ അവർ നേരെ ട്രംപിനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് പ്രത്യേകിച്ച് ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പ്രസിദ്ധീകരിച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ അതിർത്തികളിൽ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യുക, അത്ര തന്നെ. അല്ലാതെ പിന്നെ എന്താണ്?
കാരണം ഇപ്പോൾ ട്രംപ് മാപ്പ് പ്രസിദ്ധീകരിച്ചതുകൊണ്ട് അക്സായ് ചെൻ വിട്ടൊഴിഞ്ഞ് ചൈന പോകുമോ? ഒരിക്കലുമില്ല. അരുണാചൽ പ്രദേശിന്റെ മേലിലുള്ള ക്ലെയിം ചൈന വേണ്ട നോക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പം പാകിസ്ഥാൻ POK വിട്ട് ഉടനെ ഒഴിഞ്ഞു പോകുമോ? ഒരിക്കലും. റിയാലിറ്റി ഇങ്ങനെയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഗിമിക്കിക്ക് വേണ്ടി ട്രംപ് ഇങ്ങനെ കാണിച്ചതാണ്. അത് ഇന്ത്യക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇന്ത്യ അതിനെ അപ്പാടെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഇന്ത്യയുടെ വ്യാപാരത്തിനെ തകർക്കാൻ വേണ്ടി ഇപ്പോൾ ബംഗ്ലാദേശിന് 0% താരിഫ് കൊടുത്തതുകൊണ്ട് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ ഒരു 6% സ്ലൈഡിങ് സംഭവിച്ചിട്ടുണ്ട് സ്റ്റോക്കിൽ, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മേഖലയിൽ. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്തിന്റെ സ്റ്റോക്ക് ഇറക്കാനും കയറ്റാനും ഒക്കെ ട്രംപിന്റെ പല പ്രവൃത്തികളും അതിന് കാരണമായി തീരും. അത് നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ അജിത് ഡോവലിന്റെ വിഷയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാനഡയിലുണ്ട് പുള്ളിക്കാരൻ. കാനഡയിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും അതേപോലെ തന്നെ ഇന്ത്യയുടെ ക്രിമിനൽസിനെ ഫോളോ ചെയ്യാൻ കാനഡ ഒരാളെ അപ്പോയിന്റ് ചെയ്യും. അതായത് ഖാലിസ്ഥാനി ക്രിമിനൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാഡിഷൻ ഫയൽ ചെയ്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ ആൾക്കാരുടെ പാസ്പോർട്ട് രേഖകൾ ഇന്ത്യ കൈമാറി അതിനനുസരിച്ച് ഈ വ്യക്തികളെ വ്യക്തിപരമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കാനഡ ഓഫീസറെ നിയമിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയും കാനഡയും തമ്മിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വഴിത്തിരിവിലേക്ക് നയിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഈ എഗ്രിമെന്റ് ആണ് ഇപ്പം കാനഡയുമായിട്ട് അജിത് ഡോവൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പം ഇന്ന് നടക്കുന്ന ഒരു വിഷയമാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണിത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരും. തീർച്ചയായിട്ടും ഇന്ത്യയും കാനഡയും തമ്മിൽ മറ്റു പല രീതിയിലുള്ള ട്രേഡ് എഗ്രിമെന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടരാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളൊരു മെസ്സേജ് പറയുകയാണ്, അമേരിക്ക നിങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മാർക്കറ്റ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് കാനഡയുണ്ട്, ഇതേപോലെ കാനഡയെ പോലെ പല രാജ്യങ്ങളുമുണ്ട്, ഞങ്ങൾ അവരുമായിട്ടൊക്കെ കച്ചവടം ചെയ്യും. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളുടെ എതിരാളി എത്രമാത്രം ശക്തനാണോ അത്രമാത്രം നമ്മൾ ശക്തരാകും. അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടുന്ന ഇന്ത്യയാണോ പവർഫുൾ, അല്ലെങ്കിൽ മാൽഡീവ്സുമായിട്ട് ഏറ്റുമുട്ടുന്ന ഇന്ത്യയാണോ പവർഫുൾ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്ത്യയുടെ ഡിപ്ലോമസിയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത്. ഇവിടെ പൊളിറ്റിക്സ് അല്ല നമ്മൾ സംസാരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ സമരവും ബന്ധും ഈ ചെറിയ ചെറിയ വിഷയങ്ങൾ, ഈ എപ്സ്റ്റീൻ ഫയലും ഇതൊക്കെ തന്നെയാണ് എടുത്തിരുന്നവർ എടുത്തു വെച്ച് ഇങ്ങനെ അലക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിഞ്ഞുകൊണ്ട് ഡിസ്കഷൻസിലേക്ക് പോകുന്നത്. നമ്മൾ പറയുന്നത് പക്ക ഗെയിം പ്ലേ ആണ്. ഇത് ചെസ് ഗെയിമാണ്, ശരിക്കും ജിയോ പൊളിറ്റിക്സ് ആണ്. റഷ്യയെക്കുറിച്ചൊരു വിഷയം പറയാം. റഷ്യയെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ റഷ്യ വിചാരിച്ചിരിക്കുന്നത് എല്ലാം അവസാനിപ്പിച്ചിട്ട് അവസാനം എന്നിലേക്ക് വന്നാൽ മതി. ഏത്? അമേരിക്ക ഓരോ രാജ്യങ്ങളായിട്ട് ഇങ്ങനെ ചാക്കിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ഇൻഫ്ലുവൻഷ്യൽ കേന്ദ്രമായിട്ട് മാറ്റുകയാണ്. അതേപോലെ ആ രാജ്യത്തിലുള്ള അസറ്റുകളൊക്കെ ചുരണ്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഇങ്ങനെ അനങ്ങാതെ അവർ വളരെ സേഫ് ആയിട്ട് ഒരു ഏരിയയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. റഷ്യ ശരിക്കും വളരെ ശക്തമായ രീതിയിൽ പല സാഹചര്യങ്ങളിലും സൗണ്ടഡ് ആവേണ്ടതാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും റഷ്യ വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല അമേരിക്കയ്ക്കെതിരെ. അപ്പം നിലവിലെ യുദ്ധം നടക്കുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പല വിഷയങ്ങളിലും പ്രതികരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് ശരിക്കും ഭീരുത്വമാണ്. അത് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതായത് അമേരിക്ക എല്ലാ സ്ഥലത്തും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അവസാനം എന്നിലേക്ക് വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് റഷ്യ ചിന്തിക്കുന്നത്. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ റഷ്യയെ തന്നെ ഒരു ആയുധമാക്കിയിട്ട് ആ റഷ്യൻ ഏരിയ തന്നെ നമ്മളുടെ പ്ലേ ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ റഷ്യ വെച്ച് തന്നെ കളിക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതായത് റഷ്യ തന്നെ പുറത്ത് പറയില്ല എണ്ണ ഇന്ത്യ വാങ്ങുന്നോ വാങ്ങിക്കുന്നില്ലയോ എന്നുള്ളത് റഷ്യ തന്നെ പുറത്ത് പറയില്ല. പക്ഷേ ആ രീതിയിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ഉണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോ വരാം. താങ്ക് യു സോ മച്ച്.